ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമല്ലേ, സൂപ്പർ അല്ലേ? ഇന്ന് നമ്മൾ കുറച്ച് മിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നത്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ കുറിച്ച് പല തിയറീസ് പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ആത്മാക്കൾ വളരെ ലിമിറ്റഡ് ആണെന്നാണ്. നമ്മുടെ ചുറ്റിലുമുള്ള ബോഡികളിലെ ജീവജാലങ്ങളുടെ മനുഷ്യരുടെയൊക്കെ ബോഡീസ്, ഈ ബോഡീസിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുമ്പോൾ റിലീസ് ആവുന്ന ആത്മാവ് തന്നെ എനർജി, ഇതിനാണ് നമ്മൾ ആത്മാവ് എന്ന് പറഞ്ഞത്. ഇത് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ എനർജി മറ്റൊരു ജീവനിലേക്ക് പോയിട്ട് പുനർജന്മമായിട്ട്, അതിനിപ്പോ ഈച്ചയാവാം, കുതിരയാവാം, കഴുതിയാവാം, ആനയാവാം, സിംഹമാവാം, അതൊന്നുമല്ല, അത് നമുക്കറിയത്തില്ലേ പോലും. ഈ ലിമിറ്റഡ് ഉള്ള ഈ ആത്മാവ് തന്നെയാണ് ഒരു സൈക്ലിംഗ് പോലെ ഇങ്ങനെ കറങ്ങി മറ്റൊരു ജീവനാവുന്നു. അത് കഴിഞ്ഞിട്ട് അത് വേറൊരു ജീവനിലേക്ക് പോകുന്നു. ഇങ്ങനെ 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 കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മനുഷ്യന്റെ കാര്യം തന്നെ പറയാം. കാരണം ഇത്രയും ഈ ഭൂമി ആയ കാലത്ത്, അല്ലെങ്കിൽ ഭൂമിയിൽ ഒരുപാട് കാലം വർഷം മുമ്പ് തന്നെ മനുഷ്യന് ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ മനുഷ്യന്റെ ആക്ടിവിറ്റിന്റെ ഭാഗമായി ഭൂമിയിൽ വൺ ചേഞ്ച് ഉണ്ടായി. ഇത്രയും കാര്യങ്ങൾ ഇപ്പം സ്റ്റിൽ മനുഷ്യന്മാര് പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, പല മാറ്റങ്ങളും വരുന്നു. അപ്പൊ അത്രയും ഫങ്ഷൻ ഉള്ള ശരീരമാണ് മനുഷ്യന്റെ. അപ്പൊ മനുഷ്യൻ അതുകൊണ്ടാണ് നമ്മൾ എക്സാമ്പിൾ ആക്കി എടുത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് സ്വപ്നങ്ങളും ചിന്തകളും അങ്ങനെ ഒരു പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ബോഡി പെട്ടെന്ന് ഒരു സെക്കൻഡ് ഒരു പാണ്ടിലോറിക്ക് ടൈം എന്ന് പറഞ്ഞൊരു ചാമ്പ്, ഒറ്റയിടി. പാണ്ടിലോറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഒറ്റയടിക്ക് ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരടിക്ക് ഒരു ജീവൻ അങ്ങ് നഷ്ടം, ആ ഒരു ബോഡിയിൽ നിന്നും ബോഡി അങ്ങ് നഷ്ടപ്പെടുമ്പോൾ ആ ബോഡിയിൽ നിന്ന് സ്വാഭാവികമായും അതിനെ ഇതുവരെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇൻവിസിബിൾ എനർജി, എങ്ങനെയാണെന്ന് അതിനെ വ്യക്തമായി പറയാൻ എനിക്ക് അറിയില്ല. ആ ഇൻവിസിബിൾ എനർജിനാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവ് സ്വാഭാവികം, ഇനിയിപ്പോൾ ആ ആത്മാവിന് ഒരിക്കലും ആ ബോഡിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ എനർജി സ്വാഭാവികമായി റിലീസാവും. ഈ റിലീസാവുന്ന എനർജി മറ്റൊരു ജീവൻ, അത് മറ്റൊരു ബോഡിയിലേക്ക്, അത് എങ്ങനെ ആ ഒരു ആത്മാവ് മറ്റൊരു ജീവനായി പുനർജനിക്കും. ഇനിയിപ്പോൾ അങ്ങനെ പുനർജനിക്കാൻ കഴിയാതെ ചില ആത്മാക്കൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ടാവും. ഇതുവരെ മറ്റൊരു ജീവൻ, മറ്റൊരു ബോഡിയെ പ്രാപിക്കാൻ കഴിയാത്ത ആത്മാക്കൾ. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് നല്ലത് പറഞ്ഞ് ആഗ്രഹമുള്ള ആത്മാക്കളൊക്കെ നമ്മുടെ ചുറ്റിനും ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സിക്സ്ത് സെൻസ് പോലെ പല അപകടങ്ങൾക്കും മുൻകൂട്ടി സിഗ്നൽസ് ഒക്കെ കിട്ടും. ഇനിയിപ്പം മോശം പറഞ്ഞ നശിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന ആത്മാവാണ് കൂടെ ഉള്ളെങ്കിൽ, ഇപ്പൊ അപ്പുറം ഒരു പാമ്പ് കിടപ്പുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പാമ്പ് പോണ വഴിക്ക് നമ്മളെ ആത്മാവ് ചിലപ്പോൾ കൊണ്ടുപോകും. അപ്പോൾ പാമ്പ് കൊത്തും. അപ്പൊ ആത്മാവിനൊരു സന്തോഷം, നമ്മളൊരു ആത്മാവായി മാറുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ സത്യത്തിൽ ഈ തിയറി പറയുന്നത് ഞാൻ തന്നെയൊക്കെയാണ്. ഇനിയിപ്പോ ഇന്നൊരാൾ പറഞ്ഞു എന്നുള്ളത് പറയുന്നില്ല. സ്വാമിമാരൊക്കെ എന്തൊക്കെ തിയറി പറയുന്നു, ഓരോരുത്തന്മാരൊക്കെ എന്തൊക്കെ കാണിക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെതായ ഒരു ആശയം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതിനെ ആരും നെഗറ്റീവായിട്ട് എടുക്കൊന്നും വേണ്ട. തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, താങ്ക് യു ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യ്. ഇതുപോലെ ഇതിപ്പോ മണ്ടത്തരമാണോ എന്താണോ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ ആണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. സോ നമുക്ക് വീണ്ടും കാണാം.